അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. നമ്മുടെ എല്ലാം ജീവിതം ഒരുപാട് മാറ്റിമറിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. അതുപോലെ നമുക്ക് എന്ത് തെറ്റ് പറ്റിപ്പോയാലും നമ്മൾ പ്രാർത്ഥനയിലൂടെ അത് പാപമോചനം ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും അതുപോലെ നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അതിന് പരിഹാരം കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേറെ ആരും അറിയാത്തതും അത് പടച്ച റബ്ബ് മാത്രമാണ് അറിയുന്നത്. പടച്ച റബ്ബും നമ്മളും മാത്രം അറിയുന്ന കുറേ രഹസ്യങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് പാപമോചനം തേടുന്നുമുണ്ടാവും. പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരുപാട് ഫലം കിട്ടും. അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുക, നീ എന്നോട് അടുക്കുക, എന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. നമ്മോട് എന്ത് തെറ്റ് ചെയ്തു പോയാലും നമുക്ക് പ്രാർത്ഥിച്ച് അതിൽ നിന്നും മോചനം ലഭിക്കും. നമുക്ക് പിന്നെ പ്രാർത്ഥിച്ചിട്ട് മടങ്ങിയാൽ പിന്നെ ആ ഒരു തെറ്റ് നമ്മൾ ആവർത്തിക്കരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിച്ചിക്കോ എന്ന് നമുക്കറിയാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മളൊരാവശ്യം അള്ളാഹുവിനോട് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന നിർത്തരുത്. നമ്മൾ ദിവസവും അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു ഒരിക്കൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, എന്നിട്ട് നമുക്കതിനുള്ള ഉത്തരം തരികയും ചെയ്യും. ഈ ലോകത്ത് വെച്ച് നമുക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് നമുക്ക് സന്തോഷമായിട്ടുള്ള ഒരു ഉത്തരം തന്നെ കിട്ടും. ഒരു ജീവിതം, നല്ലൊരു ജീവിതം കിട്ടും. ഈ ദുനിയാവിൽ നമ്മൾ എന്താവശ്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും താഴ്മയോട് കൂടി ചോദിക്കണം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒരുപാട് അദബും മര്യാദകളൊക്കെ പാലിക്കാനുണ്ട്. അതൊക്കെ പാലിച്ചു കൊണ്ടുവേണം നമ്മൾ ദുആ ചെയ്യാൻ. ഉളുവോടുകൂടി കിബിലക്ക് മുന്നിട്ടിട്ട് താഴ്മയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമുക്ക് കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിച്ചിക്ക്, അള്ളാഹു കേട്ടിക്ക് എന്നുള്ള ഒരു അടയാളമാണ്. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഒരുപാട് പ്രതിഫലം കിട്ടും. നമ്മുടെ പാപമോചനം, നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കരയാൻ പറ്റിയില്ലെങ്കിൽ കരയാൻ ശ്രമിച്ചു നോക്കുക. നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ കരയാൻ ശ്രമിച്ചു നോക്കുക. കരച്ചിൽ നമുക്ക് ഉള്ളു തട്ടി വരുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് അള്ളാഹു നമ്മുടെ ദുആ കേൾക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാവും. നമ്മൾ പോലും അറിയാതെ കരഞ്ഞു പോയാൽ അള്ളാഹു നമ്മുടെ ഉറപ്പായിട്ടും ദുആ സ്വീകരിക്കും. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ വേണം നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി. നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ശരീരത്തിലൊരു തെറിപ്പ് പോലെയൊക്കെ കയറുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ദുആ അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു സ്വീകരിക്കും. ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് ഹലാലായ ഒരു തീരുമാനം തന്നെ മറുപടിയായിട്ട് തരും. നമ്മുടെ തെറ്റൊക്കെ പുറത്തു തരും. നമ്മുടെ ദുആ സ്വീകരിക്കാൻ, നമ്മൾ ദുആ ചെയ്യാൻ സെലക്ട് ചെയ്യേണ്ട സമയങ്ങളാണ് വെള്ളിയാഴ്ച രാവ്, അതുപോലെ പാതിരാത്രികളിൽ നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. മഴ വർഷിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അപ്പോഴൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ ദുആ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ആവശ്യങ്ങൾ 3 വട്ടം അള്ളാഹുവിനോട് ആവർത്തിച്ച് പറഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ ദുആ അള്ളാഹു ഉറപ്പായിട്ടും കേൾക്കും. നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തോളി. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരും. നമ്മുടെ ദുആ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ.